ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ക്രൈസി ടെക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഐഫോൺ 17 സീരീസ് ആണ്. അപ്പോൾ ഐഫോൺ 17 സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്സ് കൊണ്ടും ഡിസൈൻ കൊണ്ടും എല്ലാതും കൊണ്ടും മികച്ചൊരു ഫോണാണ് ഐഫോൺ 17 സീരീസ് എന്ന് ഐഫോൺ തന്നെ പറയുന്നു. ഐഫോണല്ല, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഐഫോൺ 17 സീരീസ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മെയിൻലി ഇതിൽ ഒരു 48 മെഗാ പിക്സലിൻ്റെ ആണ് ക്യാമറ. അത് നമ്മുടെ 70 വരുമ്പോൾ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണ്. 48 മെയിനും 48 അൾട്രാ വൈഡും. അപ്പോൾ ഈ രണ്ട് ക്യാമറ വെച്ചിട്ട് അടിപൊളി ഫോട്ടോസ് എടുക്കുക. ജോക്സ് ഒപ്റ്റിക്കൽ സൂം മറ്റേ അവർ 12 മെഗാ പിക്സൽ ആ 48 മെയിൻ സെൻസറിൽ ക്രോപ്പ് ചെയ്ത് ജോക്സ് വരെ 48 മെഗാ പിക്സൽ വെച്ചിട്ട് ഒരു ടെലിഫോട്ടോ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന ആപ്പിൾ പറയണത്. ദാറ്റ് ഈസ് ഗുഡ്. ആ വിലയ്ക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 83,000. 256 GB ആണ് സ്റ്റാർട്ടിങ് വേരിയൻറ്റ്. അടിപൊളിയാണ്. 256 GB. അത് പിന്നെന്താ, മറ്റേ ആപ്പിള് കഴിഞ്ഞ കൊല്ലമൊക്കെ 128 GB ആയിരുന്നു 16 സീരീസൊക്കെ ബേസായി വന്നതിന്. അത് 256 ആക്കിയത് അടിപൊളിയാണ്. 8 GB 256 GB എന്താ 83,000 രൂപ. ആ വിലയ്ക്ക് നല്ലതാണ്. ഇനി ഇതിൽ കഴിഞ്ഞ സീരീസിനെക്കാട്ടും കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കണം. ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ, റെറ്റിന സൂപ്പർ ഡിസ്പ്ലേ സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കൊടുത്തത്. പിന്നെ നല്ല സ്മൂത്തായ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കൊണ്ട് കഴിഞ്ഞ ആപ്പിള് പിന്നെന്താ ആപ്പിളിൻ്റെ കുറ്റം പറഞ്ഞത് ബേസ് വേരിയൻറ്റ് പോലും ഇത്ര വില ഉണ്ടായിട്ടും അവർ 120 ഹെർട്സ് തരാതെ 60 ഹെർട്സാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വായ പൂട്ടാൻ ഇതിലാണ് ആപ്പിൾ 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ 16 പ്രോയിലുള്ള പോലെ കൊടുത്തത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ 16 ആൾമോസ്റ്റ് സെയിം ഡിസൈന് ബാക്കിൽ. അതേ 48 MB ക്യാമറ. അത് മാത്രമാണ് അവർ കുറച്ച് ഇതാണ് അൾട്രാ വൈഡ് കുറച്ചും കൂടി അവർ കൂട്ടി 48 ആക്കി 12 മെഗാ പിക്സലിനും. പിന്നെ അതിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ അവർ പുതിയൊരു ഇതൊന്നാണ് എന്താ സെറാമിക് ഗ്ലാസ് ഷീൽഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൈറ്റം. അത് 3 പ്രൊട്ടക്ഷൻ തരും എന്നൊക്കെയാണ് ആപ്പിൾ പറയണത്. മേടിച്ച് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തത്. പിന്നെ വയർലെസ് ചാർജർ ഉണ്ട്. അതുപോലെ മറ്റേ ക്യാമറ ബട്ടല്ലേ അതെല്ലാം കൊടുത്തന്നു. പിന്നെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മറ്റേ 4K 60 FPS ഒരു വീഡിയോ ആണ്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കി 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 2x ക്രോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. മറ്റേ അതിൽ 12 മെഗാ പിക്സൽ ടെലിഫോട്ടോൻ്റെ പോലെ ഒരു ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ അത് അവർ 12 മെഗാ പിക്സലിന് 18 മെഗാ പിക്സൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ അതിനെടുക്കാൻ പറ്റും. ഇതിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, എന്താ ക്യാമറ സെൻറ്റർ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐറ്റം. അടിപൊളിയാണ് അത്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ പിന്നെന്താ ഒരാൾ മാത്രം വെച്ചാൽ അത് സൂം ചെയ്ത് ഒരാൾക്കുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ഇപ്പോൾ രണ്ടാളെന്ന് വെച്ചാൽ രണ്ടാൾക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സൂം ചെയ്ത് കൊടുക്കും. പിന്നെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ കുറേ ആൾക്കാരുണ്ടെച്ചാൽ സൂം ഔട്ട് ചെയ്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് അവർ കൊടുക്കും. അതാണ് ഈ സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ AI ഫീച്ചേഴ്സ് മറ്റേ ആപ്പിൾ ഇൻ്റലിജൻസ് ഔട്ട് ഓഫ് ദി ബോക്സ് കൊടുക്കുന്നതാണ് പറയുന്നത്. അത് വാങ്ങി യൂസ് ചെയ്താൽ മാത്രമേ അതിനെപ്പറ്റി കൂടുതലൊരിത്. ഞാൻ ഇതിൻ്റെ സ്പെക്സ് മാത്രമേ പറയണുള്ളൂ. ഈ സ്പെക്സ് കേട്ടാൽ ആരും ചാടി പോയി മേടിക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് ഈ ഫോൺ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ പോയി വാങ്ങുക. അപ്പോൾ എനിക്ക് പറയാൻ പോകുന്നത് ഇതിൻ്റെ മറ്റേ ക്യാമറേനെ പറ്റി ആൾമോസ്റ്റ് പറഞ്ഞു. പിന്നെ നമുക്ക് പറയാൻ പോണത് ഐഫോൺ 17 എയർ. മോനെ, ഈ ഐഫോൺ 17 എയർ ഇല്ലേ, അത് എന്ന് പറഞ്ഞാൽ
ഭയങ്കര തിന്ന് ഫോൺ. ആപ്പിൾ അർക്കേഡ് വെച്ച് ഏറ്റവും തിന്നായുള്ള ഫോണ്. എത്ര 5.6 ഒക്കെയാണ് ഇതിൻ്റെ ഒരു വിഡ്ത്ത്. അപ്പം എന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ പിടിച്ചെടുക്കാൻ മറ്റേ എയറില്ല, അതൊക്കെ കൊണ്ടെടുക്കുമ്പോഴാണ് ഐഫോൺ പറയുന്നത് ഈ ഫോണ് കൊടുക്കുന്ന പൈസ വെച്ച് പോരാന്നാണ് എനിക്ക് ഇതായത്. നിങ്ങൾക്ക് ഒരു തിന്നസ്റ്റ് ഫോൺ ഓഫ് ദി എവർ ഒരു ആപ്പിളിൽ നിന്ന് വാങ്ങിച്ചാൽ അത് ഈ ഫോൺ എടുക്കാൻ പറ്റും. പക്ഷെ ബാക്കി സ്പെക്സിൻ്റെ കാര്യത്തൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറയാം. ഒരു ക്യാമറ വരുന്നുള്ളൂ, 48 മെഗാ പിക്സലിൻ്റെ. അതിന് മറ്റേ ഇപ്പോൾ 17 പറഞ്ഞ പോലെ തന്നെ മറ്റേ 2x ക്രോപ്പ് ചെയ്ത് മറ്റേ ടെലിഫോട്ടോ 12 MB വെച്ച് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 80 MB ക്യാമറയാണ്. അപ്പം എനിക്ക് ആകെ പോരായ്മ തോന്നി വെച്ചാൽ ബാക്കത്തെ ക്യാമറ ഒരു 2 ക്യാമറകൾ മിനിമം കൊടുക്കാമെന്ന്. ഈ 1,30,000 ആ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത്. ആ വിലയ്ക്ക് കൊടുക്കാമെന്ന്. പിന്നെ മോണോ സ്പീക്കേഴ്സാണ്, അത് ഭയങ്കര ഒരു ഇതായി. ഇത്ര വില കൂടിയ ഫോണിലും മറ്റേ സ്റ്റീരിയോ സ്പീക്കറൊന്നും കൊടുക്കാത്തത് വല്ലാത്തൊരു ഇതായി എന്ന് തന്നെ എനിക്ക് പറയണം. അപ്പോൾ ശരി.